ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായിട്ട് ചൈന നല്ല രീതിയിൽ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ 9 വരെ ഇന്ത്യൻ പൗരന്മാർക്കായിട്ട് 8500-ലധികം വിസകൾ ഇപ്പോൾ ചൈന അനുവദിച്ചിരിക്കുകയാണ്. ചൈന സന്ദർശിക്കാനായിട്ട് കൂടുതൽ ഇന്ത്യൻ പൗരന്മാരെ ക്ഷണിക്കുന്നുവെന്നും എക്സിലെ കുറിപ്പിലെ ചൈനീസ് അംബാസഡർ ഷു ഹെയ് ഹോങ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? ചൈനയ്ക്ക് ഇന്ത്യയെ അല്ലെങ്കിൽ സുഹൃത്താക്കി പോയാലേ ഇനി രക്ഷയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം 85,000 ആണോ 8,500 ആണോ എന്ന് എനിക്ക് വ്യക്തതയില്ല. എനിക്ക് തോന്നുന്നു 85,000 ആണ്. 85,000 ആയാലും 8,500 ആയാലും 85,000 ആയാലും 85,000 പേർക്ക് അടുത്ത ദിവസങ്ങളിൽ വിസ അനുവദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ചൈന പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്. ആൾക്കാർ തമ്മിലുള്ള ബന്ധം കൂടി അത്രക്ക് ഇഴയടുപ്പമുള്ളതാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈനയുടെ ഷിങ് പിങ് അങ്ങനെങ്ങാണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചൈനയുടെ പരമാധികാരി. അപ്പൊ അല്ലെങ്കിൽ ചൈനയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള കൂട്ട് വേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ ഈ താരിഫ് യുദ്ധം കണ്ടില്ലേ? താരിഫ് യുദ്ധത്തിനകത്ത് ലോകത്ത് ഒട്ടുമുക്കാലും രാജ്യങ്ങൾക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഈ നമ്മുടെ ഇന്ത്യക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ചൈനയെ അവർ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി. അപ്പം ചൈനയ്ക്ക് വളരെ കൂടുതൽ അത് അമേരിക്കയുടെ എന്തോ പകപോക്കലിന്റെയാണ്. കാരണം ഈ അമേരിക്കയും ചൈനയും തമ്മിൽ അത്തരത്തിലൊരു യുദ്ധം ഉണ്ടല്ലോ എല്ലാ രീതിയിലും. കാരണം ചൈന ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ ചൈന അമേരിക്കയോട് മത്സരിക്കുന്ന ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. മാനുഫാക്ചറിങ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ഇറക്കുമതി ഉള്ള രാജ്യമാണ്. അപ്പം ഈ രീതിയിലൊക്കെ ചൈന അമേരിക്കയുടെ ഒരു ശത്രുവാണ് എല്ലാ തരത്തിലും. അപ്പം അതിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ചൈനയുടെ താരിഫ് ഏറ്റവും കൂടുതലാക്കി വെച്ചിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്ക് സഹായമാകുന്ന ഒരു രീതിയുമുണ്ട്. അപ്പം ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ, അത് അമേരിക്ക ആയാലും കൊള്ളാം, യൂറോപ്യൻ രാജ്യങ്ങളായാലും കൊള്ളാം, എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിപണി അതിനെ ഉറ്റുനോക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ഈ താരിഫ്, ഞാൻ മുമ്പേ പറഞ്ഞത്, താരിഫിന്റെ വിഷയം ലോകത്തുടനീളം വന്നപ്പോൾ അമേരിക്ക ലോകത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം എതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ താരിഫ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്കെതിരെയും താരിഫ് കൊണ്ടുവരുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മുടെ ലോക മാധ്യമങ്ങൾ എഴുതിയ ഒരു കുറിപ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ലോകത്ത് ഈ താരിഫിനെ ആദ്യമായി അതിജീവിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പം ഇന്ത്യ മഹാരാജ്യം മാത്രമാണ് ഈ പറയുന്നത് പോലെ ഈ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യം. അതായത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയും വരുന്ന കാലങ്ങളിൽ അങ്ങോട്ട് പോകുന്ന കൊല്ലങ്ങളിൽ ഏറ്റവും വലുതായിരിക്കും. ഏറ്റവും വലിയ വിപണിയായിരിക്കും ഇന്ത്യൻ വിപണി. അത് ലോകത്തുടനീളമുള്ള രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു വിപണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുമ്പം അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 35 കോടിയേ വരുന്നുള്ളൂ. ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പൊ അനൗദ്യോഗികമായിട്ടാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണെന്ന് പറയാം, അനൗദ്യോഗികം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. 140 കോടിയെ നമുക്ക് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പണ്ട് ആൾക്കാർ അല്ലെങ്കിൽ വെളിയിൽ പറയുന്നത് പോലെയല്ല ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യയിൽ സാമ്പത്തിക ശേഷിയുള്ള വളരെ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല, വലിയ സമ്പത്തുള്ളവരാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ. അപ്പം ഈ അമേരിക്കയിൽ 35 കോടി ജനം, മുമ്പേ പറഞ്ഞ 35 കോടി, നമ്മുടെ 140 കോടി ജനമുണ്ട്. അപ്പം ഇവിടെ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ വിപണി ഉപയോഗിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് വൃത്തിയായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ വലിപ്പത്തിൽ നിൽക്കുന്ന ചൈനയ്ക്ക് അത് വലിയ ഗുണമാകും. ഈ താരിഫിന്റെ വിഷയമൊക്കെ വെക്കുമ്പോൾ ഇപ്പം യൂറോപ്യൻ കൺട്രീസിനകത്ത് അവർ പുതിയ താരിഫ് കൊണ്ടുവരും. അപ്പം അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിനകത്ത് കൊണ്ടുവരും. ഈ ആഫ്രിക്കൻ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസും ഒക്കെ എല്ലാവരുടെയും കൂടെ ജനസംഖ്യ നോക്കുമ്പോൾ എത്ര ഉണ്ട്? ആഫ്രിക്കൻ കൺട്രീസ് നോക്കുമ്പോൾ അപ്പൊ ഓരോ മാത്രമല്ല ഇതെല്ലാം കൂടെ ഒരു രാജ്യമൊന്നല്ല, ഈ രാജ്യങ്ങളുമായിട്ട് എല്ലാം കരാറുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് മാത്രമായിട്ട് ഉള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് 140 കോടി ജനമുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഈ
ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്ക നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. ഇപ്പൊ ട്രംപിന് ശകലം സ്നേഹം കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ താല്പര്യം കൂടുതലുണ്ടാവും, അവർ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത്. അല്ല ബാക്കിയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പൊ നമ്മളുടെ അടുത്ത് വളരെ വലിയ സൗഹൃദം സ്ഥാപിക്കാൻ വരുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ വളർച്ച അവരെല്ലാം പഠിക്കുമ്പോൾ അടുത്ത കുറെ കൊല്ലങ്ങൾ, അതായത് 2050-അപ്പുറം 2000 ഒക്കെ പോകുന്നതിലേക്ക് എക്കണോമിക്കൽ ഗ്രോത്ത് ഭയങ്കരമായിരിക്കും. ഇനിയും വളരാൻ പോകുന്ന രാജ്യങ്ങളുടെ ആദ്യത്തെ പട്ടികയിൽ ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ട് വ്യവസായം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ എക്കണോമിക്കൽ ഗ്രോത്തിനും അത് സഹായമാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാ. അല്ല നമ്മളോട് പണ്ടില്ലാത്തൊരു സ്നേഹം ഇപ്പം വരാൻ കാരണം നരേന്ദ്രമോദിയുടെ സൗന്ദര്യവും താടിയും ഒന്നും കണ്ടല്ല. അപ്പൊ ഇത് ഇപ്പം ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഇന്ത്യക്ക് ഗുണമാവുകയും ചെയ്യും. ഈ ചൈനയുടെ താരിഫ് യുദ്ധത്തിൽ അമേരിക്ക കൊടുത്ത പണി, ചൈനയ്ക്ക് കൊടുത്ത പണി ഇന്ത്യക്ക് ഗുണമാവും. കാരണം ഈ ഇപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾക്കാണല്ലോ അവിടെ, അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യം, ഇപ്പൊ അമേരിക്ക ചെല്ലുമ്പോൾ നമ്മുടെ സെയിം ഒരേ കാറ്റഗറിയുള്ള രണ്ട് രാജ്യം, നമ്മുടെ രാജ്യത്ത് തോന്നുന്നു അമേരിക്ക ചെല്ലുന്ന രാജ്യത്തിന് നമ്മുടെ ഇവിടുത്തെ താരിഫ് 20 രൂപയാണെങ്കിൽ 120 രൂപ. അതേ വിലയുള്ള അതേ ക്വാളിറ്റി ഉള്ള ഒരു സാധനം ചൈനയുടെ അവിടെ ചെല്ലുമ്പോൾ എത്ര ആവും? 200 ഇഷ്ടം രൂപ. ഏത് മേടിക്കും നമ്മൾ? സെയിം രണ്ടുപേരെ. അപ്പൊ അങ്ങനത്തെ ഒരു പണിയുണ്ടല്ലോ. അപ്പം ഇപ്പം ലോകത്ത് ഈ ഒട്ടുമുക്കാലും എല്ലാ കമ്പനികളും ചൈനയിലുണ്ട്, അമേരിക്കയുടെ കമ്പനികൾ ഉൾപ്പെടെ ഉള്ളതുണ്ട്. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചൈനയിൽ പോയിട്ടുള്ളവരടുത്ത് അഖിലെ ചോദിച്ചാൽ മതി. ചൈനയുടെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒക്കെ അത്രയ്ക്ക് വലുതാ. നമ്മളൊക്കെ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്നടുത്ത് അവിടെ പോയിട്ട് വന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പറഞ്ഞ ഒരു ആഞ്ഞു പണി ചെയ്താലും ഒരു 20 കൊല്ലം എടുക്കുന്ന, അത്രയ്ക്ക് അങ്ങ് പറയുന്നത് കേൾക്കണം. രാവിലെ റോഡ് കഴുകുക, തൂക്കുക, വാക്കും പിടിക്കുക, നമ്മുടെ പെരയ്ക്കകത്ത് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഈ എല്ലാ രീതിയിലും ഒത്തിരി മുന്നേയല്ല. അപ്പം ഒരു വ്യവസായി ഇവിടെ തുടങ്ങുന്നതിന് ഉദ്ദേശിക്കുന്ന അവന് സാധനം കൊണ്ടുവരാന്, അവന്റെ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികളൊക്കെ അത് തിരിച്ചു കയറ്റി മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ആ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഭയങ്കര. അപ്പൊ നമ്മളുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ ഏറ്റവും വലിപ്പത്തിൽ ശ്രമിക്കുക, ഒരു പരിധിവരെ അങ്ങനെ ആക്കി തീർക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് കാര്യം. അപ്പം നമ്മള് നോക്കുമ്പോൾ ഇപ്പൊ ഈ താരിഫ് യുദ്ധം ഒന്നുമില്ല, അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന രാജ്യം ചൈനയായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി ഒരു സാധനം ഈ ചൈനയിൽ ഉത്പാദിപ്പിക്കുന്നതും ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ താരിഫിനകത്ത് ചൈനയിൽ ഉത്പാദിപ്പിക്കുമ്പോൾ അവരുടെ സാധനത്തിന് വലിയ വില വരും. അവരുടെ സാധനം മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാൻ പറ്റാത്തൊരവസരം. ആ സാധനം തന്നെ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പം ആ കമ്പനികൾ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലോകത്തുടനീളമുള്ള ചൈനയിൽ ഇപ്പോൾ ഉള്ള കമ്പനികളെല്ലാം ഇന്ത്യയിൽ ഷിഫ്റ്റ് ചെയ്യാം. മാത്രമല്ല BYD എന്ന് പറയുന്ന ചൈന കമ്പനി ഇവിടെ പ്ലാൻ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്തോ? നാളെ കാലത്ത് ഇതുപോലെ വല്ല ബാനോ വല്ലതും വന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഒരു യൂറോപ്യൻ കൺട്രീസിലും വേണ്ട, അമേരിക്കയിലും വേണ്ട എന്ന് പറയുമ്പോൾ ചൈനയിൽ ഉത്പാദിപ്പിക്കുന്നു. ഈ BYDക്ക് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനം ഈ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ അത് വിടാം, അതിനകത്ത് കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ചൈനയ്ക്ക് മനസ്സിലായി ഫുള്ളി ട്രാപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചാൽ അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നതിനും സാധിക്കും. ചുമ്മാതെ മസിൽ പിടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമില്ല. യുദ്ധം ചെയ്യാൻ വന്നാൽ തന്നെ നമ്മളെക്കാട്ടിലൊക്കെ കുറവൊന്നുമല്ല, നമ്മളെ ഭയന്നിട്ടൊന്നുമല്ല നമ്മുടെ അടുത്ത്, നമ്മളെക്കാട്ടിൽ എല്ലാ രീതിയിലും യുദ്ധം ചെയ്യാനും യുദ്ധ സാമഗ്രികളും പട്ടാളവും ഒക്കെ തുലാതുലം നിൽക്കുന്നതാ. പക്ഷെ ഇന്ത്യയുമായിട്ട് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ ചൈനയ്ക്ക് മനസ്സിലായി. യുദ്ധം ചെയ്താൽ അവന് നാശനഷ്ടം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ ചൈനയ്ക്ക് എത്ര കോടികളാണ് നഷ്ടമെന്ന് അറിയാം. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ ചൈന പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ചൈനയ്ക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കോടാനുകോടിയുടെ നഷ്ടമാണ്. അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഒരു പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് ഒരു പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ട് തകരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. ആ ചൈന അപ്പം ഇന്ത്യയുമായിട്ട് ഇപ്പൊ പഴയതുപോലെ ഒന്നിനും നിൽക്കുന്നു കൊടുക്കുന്നില്ലല്ലോ. പാകിസ്ഥാന്റെ ഭാഗത്തായാലും ബംഗ്ലാദേശിന്റെ ഭാഗത്ത് ഒരു പരുവത്തിനൊക്കെ നിൽക്കുന്നു കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന് കാര്യം. അതായത് സ്നേഹിച്ചു പോകുന്നതാവും നന്നാവുക, വിരോധിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ട്. ഈ അമേരിക്ക ഒരു പരിധി വരെ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ, ട്രംപ് എന്തോ ചെയ്തു, ട്രംപ് എന്തോ. അമേരിക്ക ഒരു പരിധി വരെ ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ചൈനയെ പണിയുന്നതിന് ഇത്രയും വലിയ ദീർഘമായിട്ട് ചൈനയെ അമേരിക്ക ഉപദ്രവിക്കുന്നത് ഒരുപക്ഷെ ചൈനയുടെ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ പുരോഗതി എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ പുരോഗമിച്ചാലും കുഴപ്പമില്ല,
ചൈന അത്ര അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയാണ്. അത് നമുക്ക് സഹായമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലോകത്തുടനീളം ഈ പറഞ്ഞതുപോലെ ഈ താരിഫ് ഒന്നും ബാധിക്കാത്ത രാജ്യങ്ങളുടെ ആദ്യത്തെ എണ്ണം എടുക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ ചൈന 5-5 ഒരു ഉദ്ദേശം. ഇപ്പൊ ചൈന മുന്നോട്ട് വെക്കുന്നത് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ സ്നേഹം, യൂറോപ്പിന്റെ സ്നേഹം, ചൈനയുടെ സ്നേഹം, ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഈ സ്നേഹം ഇപ്പം വന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ, നമുക്ക് വല്ല ഉണ്ടായാൽ ബന്ധുക്കൾ കൂടുതൽ ഉണ്ടാവും, അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.